സംസ്ഥാനത്ത് മഴ തിമിർത്ത് പെയ്യുന്നു. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഇന്ന് മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. കൊച്ചിയിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. തൃശൂർ സ്വരാജ് റൗണ്ടിൽ കൂറ്റൻ മരം കടപുഴകി വീണു. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർന്നു. വിമാനത്താവളത്തിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം സമീപത്തെ വീടുകളിൽ ഉൾപ്പെടെ കയറിയിട്ടുണ്ട്. അലക്ഷറ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന്, അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന്, സൂരജ് സജി തൃശൂരിൽ നിന്ന്, സജു ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അലക്ഷറ മുഹമ്മദിലേക്ക് ആദ്യം അറിയേണ്ടത് തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിയെ, തിരുവനന്തപുരം ജില്ലയെ ഈ ശക്തമായ മഴ എങ്ങനെ ബാധിച്ചു എന്നതാണ്. പല പ്രതികരണങ്ങളും നാട്ടുകാരുടേത് കണ്ടു. അവിടെ ഓടകളൊക്കെ കടപുഴകി, ഓടകളിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്നു. അതോടൊപ്പം തന്നെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. എന്താണ് വിശദാംശങ്ങൾ? എത്രത്തോളം ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്? ഗോപി, തലസ്ഥാന നഗരത്തിൽ ഒരു 1.5 മണിക്കൂർ മഴ പെയ്താൽ അത് രൂക്ഷമായ വെള്ളക്കെട്ടിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ്. അതിപ്പോഴും ആ സ്ഥിതി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലയിടങ്ങളിലും, അതായത് കഴിഞ്ഞ ദിവസമൊക്കെ ആളുകളുടെ വലിയ തോതിലുള്ള വിമർശനം വന്നതിന് ശേഷം നഗരസഭ പലയിടങ്ങളിലും ആ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ വേഗം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ഓടകൾ വൃത്തിയാക്കാനും അതുപോലെ കാനകളും തോടുകളും കൈത്തോടുകളും ഒക്കെ അതിൻ്റെ ഒഴുക്ക് സുഗമമാക്കുന്ന നടപടികൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്മാർട്ട് റോഡുമായി ബന്ധപ്പെട്ട റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതിനാൽ ഏതാണ്ട് 28ഓളം റോഡുകളുടെ നിർമ്മാണം ഇനിയും പൂർത്തിയാകാനുണ്ട്. ആ റോഡുകളിലൊക്കെ കുഴിയും മറ്റുമൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. തലസ്ഥാന ജില്ലയെ സംബന്ധിച്ച് ആശ്വാസകരമാകുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ വലിയ മഴ ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് വലിയ മഴ ഇന്ന് പെയ്തിട്ടില്ല. അത് മണിക്കൂറുകളോളം അങ്ങനെ നിന്നും മഴ പെയ്യുന്നുമില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ മിനിമം ഒരു 1.5 മണിക്കൂർ ശക്തമായ മഴ ലഭിച്ചാൽ തലസ്ഥാന നഗരത്തിലെ പല താഴ്ന്ന ഇടങ്ങളും വെള്ളക്കെട്ടിലാകും. അത് ജനവാസ മേഖലയാകട്ടെ, അതല്ല എങ്കിൽ റോഡുകളുള്ള പ്രദേശങ്ങളാകട്ടെ, കൃഷിഭൂമിയാകട്ടെ, അതെല്ലാം വെള്ളക്കെട്ടിലാകുന്ന സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വലിയ വിമർശനം നഗരസഭാ അധികാരികളും ഒക്കെ ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര യോഗം, അത് ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാർ, MLA മാർ, ഒപ്പം നഗരസഭാ പ്രതിനിധികൾ, കളക്ടർ അടക്കം പങ്കെടുത്തുകൊണ്ടാണ് അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. അതിൽ മന്ത്രി തന്നെ വിശദീകരിക്കുന്നത് ജൂൺ പകുതിയോടുകൂടി ഏതാണ്ട് 10 റോഡുകളെങ്കിലും സഞ്ചാരയോഗ്യമാക്കും. അതായത് ആ എടുത്തിട്ടിരിക്കുന്ന കുഴികൾ അത് അടയ്ക്കും, 10 റോഡുകളുടെയെങ്കിലും അടയ്ക്കുമെന്നാണ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. അതിനുള്ള കർശന നിർദ്ദേശം ഇതിനോടകം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം, മഴ ഒന്ന് തിമിർത്ത് പെയ്തു കഴിഞ്ഞാൽ തലസ്ഥാന നഗരം വെള്ളത്തിലാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഓപ്പറേഷൻ അനന്തയടക്കം കൃത്യമായി, അത് നേരത്തെ തന്നെ VK പ്രശാന്ത് തലസ്ഥാന നഗരത്തിൻ്റെ മേയറായിരുന്നപ്പോൾ തുടങ്ങിയ ഒരു പദ്ധതിയാണ്. ആ പദ്ധതി അന്ന് തന്നെ അത് പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരുന്നു വിദഗ്ധർ പറയുന്നുണ്ട്. ഈ ഓപ്പറേഷൻ അനന്ത പാതി വഴിയിൽ നിലച്ചത് വലിയ തോതിൽ നഗരത്തിലെ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതിന് കാരണമായി പറയുന്നുണ്ട്. SS കോവിൽ റോഡിലൊക്കെ നേരത്തെ വലിയ തോതിൽ വെള്ളം കയറുമായിരുന്നു. അതിനുശേഷമാണ് വലിയ വിമർശനം ഉയർന്നതിനെ തുടർന്ന് ആ SS കോവിൽ റോഡ് പൊളിച്ച് അത് വീണ്ടും അതിനടിയിൽ ഓട വലുതാക്കി അത് പുതുക്കിപ്പണിതത്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് SS കോവിൽ റോഡിൽ. പക്ഷേ ഇപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. മഴ ഒന്ന് കനത്തു പെയ്താൽ, അത് തുടർന്നു പെയ്താൽ തലസ്ഥാന നഗരത്തിന്റെ പലയിടങ്ങളും വെള്ളക്കെട്ടിലാകും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ മണിക്കൂറുകളായി മഴ മാറി നിൽക്കുന്നുണ്ട്. അഥവാ പെയ്യുന്നത് പോലും ഇടത്തരം മഴയാണ്. അതാണ് നേരിയൊരു ആശ്വാസം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നൽകുന്നത്. ഗോപി, ശരി. അലക്ഷറ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിലേക്ക് പോകാം. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. സൂരജ്, അവിടെ ഏനമാവ് ബണ്ട് തുറക്കുന്നു എന്ന വിവരം വരുന്നുണ്ട്. എങ്ങനെയാണ് തൃശ്ശൂരിൽ ഈ കനത്ത മഴ തൃശ്ശൂർ ജില്ലയെ ബാധിച്ചിരിക്കുന്നത്? ആളുകൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉള്ളത് തൃശ്ശൂരിൽ? സൂരജ്. വേണുദാ, ദൃശ്യങ്ങളിൽ കാണുന്നത് തൃശ്ശൂരിന്റെ പ്രധാനപ്പെട്ട ബണ്ടാണ്. ഏനമാവ് ബണ്ട് തുറന്നിരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏനമാവ് ബണ്ട് പൊളിച്ച് മാറ്റുന്നതാണ്, പൊളിച്ച് വെള്ളം ഒഴുക്കിക്കളയുകയാണ്. കാരണം ഈ പെരുമ്പുഴ പാടത്തും അതുപോലെ തന്നെ കാഞ്ഞാണി പാടശേഖരത്തുമെല്ലാം വെള്ളം കയറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്, വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ
ബണ്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും വെള്ളം കയറും. അതോടൊപ്പം തന്നെ ഈ കോൾപ്പാടശേഖരത്തോട് ചേർന്ന് നിരവധി വീടുകൾ ഉൾപ്പെടെയുണ്ട്. അവിടെയെല്ലാം തന്നെ ഈ വെള്ളം കയറാനുള്ള സാധ്യതകളുണ്ട്. അത് മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ബണ്ട് തന്നെ പൊളിച്ചു മാറ്റിയിരിക്കുന്നത്. ഇന്നലെ ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഈ ബണ്ട് പൊളിക്കുന്നതിനെ കുറിച്ച് ചർച്ച വന്നിരുന്നു. അപ്പോൾ ഇതിനൊരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. അതിന്റെ നിർദ്ദേശാനുസരണം ബണ്ട് പൊളിക്കാം എന്നുള്ളതായിരുന്നു ഇന്നലെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ മഴ ശക്തി പ്രാപിച്ചതോടുകൂടി വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. അതോടുകൂടിയാണ് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്ന ഏനാമാവ് ബണ്ട് പൊളിച്ച് ഈ വെള്ളം ഒഴുക്കിക്കളയാനുള്ള ഒരു ശ്രമത്തിലേക്ക് ഇപ്പോൾ അധികൃതർ കടന്നിരിക്കുന്നത്. തൃശ്ശൂരിൽ ഈ മഴയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ഇന്ന് ജനറൽ ഹോസ്പിറ്റലിൽ നിന്നിരുന്ന വലിയ മരം കടപുഴകി വീണ 2 ഓട്ടോറിക്ഷകൾ തകർന്നു. അതോടൊപ്പം തന്നെ പൂങ്കുന്നത്തും മരം കടപുഴകി ഏറെ നേരം ഇരു സ്ഥലങ്ങളിലും ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ജനറൽ ആശുപത്രിയിൽ മരം കടപുഴകി ഉണ്ടായ അപകടത്തിൽ തലനാരിഴയ്ക്കാണ് പലരും രക്ഷപ്പെട്ടത്. കാരണം ഈ മരം വീഴുന്ന ശബ്ദം കേട്ട് അവിടെ നിന്ന് ആളുകൾ ഓടി മാറിയതിനാൽ മാത്രമാണ് ഒരു ദുരന്തം ഒഴിവായത്. ഒരു ബസ് പോയതിന് തൊട്ട് പിന്നാലെയായിരുന്നു ഈ മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അതോടൊപ്പം തന്നെ ഈ തേക്കിൻകാട് മൈതാനിയിൽ ചരിത്രപ്രസിദ്ധമായ വിദ്യാർത്ഥി കോർണറുണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഉൾപ്പെടെ നിർണായക പങ്കുവഹിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ച ഇടമായിരുന്നു ഈ വിദ്യാർത്ഥി കോർണർ. ഇന്ന് കനത്ത മഴയിൽ വിദ്യാർത്ഥി കോർണറിന്റെ അടിത്തറ തന്നെ ഇളകി വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതോടുകൂടി തേക്കിൻകാട് വിദ്യാർത്ഥി കോർണറിന്റെ ഭാഗം പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. കാരണം അപകട സാധ്യത ഉണ്ടെന്ന് മുൻനിർത്തിക്കൊണ്ട് അത് അടച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ പുനർനിർമ്മാണ പ്രവർത്തികൾ വേഗത്തിലാക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂർ ഒരു കോൾ മേഖല ഏറെയുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഈ വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ പുള്ളടക്കമുള്ള മേഖലകളിൽ സ്വാഭാവികമായും ഒരു നല്ല മഴ പെയ്താൽ വീടുകളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇക്കുറി, അതായത് ഇന്നലെയെല്ലാം വീടുകളിൽ നഗരത്തിൽ വെള്ളം കയറിയത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ വലിയ മഴയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വലിയ രീതിയിൽ വെള്ളം ഉയരുന്നതിന് മുൻപ് തന്നെ ഏനാമാവ് ബണ്ട് തുറന്നു വിട്ടുകൊണ്ട് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നത്. എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഏനാമാവ് ബണ്ട് പൊളിച്ചു മാറ്റുന്നതാണ്. ആ പൊളിച്ചു മാറ്റാനുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ്. വേണു. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് അശ്വിൻ പാലാടിയിലേക്ക് പോകാം. അശ്വിൻ, കൊച്ചിയിലെ വിവരങ്ങളാണ് അശ്വിൻ നൽകുക. അശ്വിൻ, കൊച്ചിയിൽ ഇന്നത്തെ സാഹചര്യം എന്താണ്? ഏതൊക്കെ മേഖലകളിലാണ് ഈ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചിരിക്കുന്നത്? ഈ നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപം കൊണ്ടിരുന്നു. ആ സാഹചര്യം ഇപ്പോൾ മാറിയിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, മഴ തുടങ്ങി കഴിഞ്ഞ 2 ദിവസമായി കൊച്ചി സമാനതകളില്ലാത്ത വെള്ളക്കെട്ടിലൂടെയാണ് കടന്നു പോരുന്നത്. 3-ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ അല്പം കുറഞ്ഞു എന്ന് വേണം പറയാൻ. ഇന്ന് രാവിലെയൊക്കെ വലിയ വെള്ളക്കെട്ടും അതിശക്തമായ മഴയും കൊച്ചിയുടെ സമഗ്ര മേഖലകളിലും ഉണ്ടായിരുന്നു. എറണാകുളം ജില്ലയിൽ പരക്കെ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ ആലുവയിലെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആലുവ മാർക്കറ്റ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ഇപ്പം പുളിഞ്ചോട് ഭാഗത്ത് വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അവിടെ ജനങ്ങൾ ബിരിയാണി ചെമ്പിലൊക്കെ ഇറങ്ങി പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളടക്കം കണ്ടതാണ്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇതുവരെ മഴ പെയ്തിട്ടില്ല. രാവിലെ വെള്ളം കയറിയ ഇടങ്ങളിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം വീടുകളിൽ വെള്ളം കയറിയ ഇടങ്ങളിൽ അവർ മോട്ടോർ വെച്ച് വെള്ളം തിരിച്ചിറക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പൂർണ്ണമായും പലയിടങ്ങളിൽ നിന്നും വെള്ളം ഇറക്കാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറിയതായി സൂര്യൻ ഉദിച്ച്, അതായത് കഴിഞ്ഞ 2 ദിവസമായി വൈകുന്നേരങ്ങളിൽ സൂര്യനെ കാണാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. ഇന്നെന്തായാലും അതിന് മാറ്റം വന്നിട്ടുണ്ട്. വലിയൊരു മഴക്കാർ നിലവിൽ കൊച്ചിയിലെ ഇടങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ വൈകുന്നേരത്തോടു കൂടി മഴ പെയ്യുമോ എന്നൊരു ആശങ്കയുണ്ട്. അങ്ങനെ മഴ പെയ്താൽ ഇന്നലെയും ഒപ്പം 2 ദിവസം മുന്നേയും ഒക്കെ വെള്ളത്തിനടിയിലായ കാക്കനാട് ഇൻഫോ പാർക്ക്, ഒപ്പം ഇടപ്പള്ളി വൈറ്റില മേഖലകളൊക്കെ വീണ്ടും വെള്ളത്തിനടിയിലാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ബ്രേക്ക് ത്രൂ പദ്ധതിയൊക്കെ പേരിൽ മാത്രം ഒതുങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി വരുന്നത്. വെള്ളം ഒഴുകിപ്പോകാൻ കാനകൾ സജ്ജമല്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അങ്ങനെ ഒരു മഴ കൂടി പെയ്താൽ എപ്പോൾ മഴ പെയ്താലും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ കൊച്ചിയിലെ പ്രധാന നഗരങ്ങൾ വെള്ളത്തിനടിയിലാകുന്ന ഒരു പ്രശ്നമുണ്ട്. അത് ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും നിലവിൽ മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഗോപികൃഷ്ണൻ. ശരി, കൊച്ചിയിൽ അല്പം ആശ്വാസം നൽകുന്ന വിവരം, മഴ ഇപ്പോൾ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. കണ്ണൂരിൽ സജോ ദേവസ്യയുണ്ട്. സജോ, കണ്ണൂരിലെ സ്ഥിതി എന്താണ്? ഗോപികൃഷ്ണൻ, കണ്ണൂരിനെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഏതായാലും ഇല്ല. മഴ മാറി നിൽക്കുകയാണ്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെ വരെയും അതിശക്തമായ മഴയുണ്ടായിരുന്നു. കനത്ത മഴയിൽ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ
ചുറ്റുമതിലിൻ്റെ ഒരു ഭാഗം തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായി. വിമാനത്താവളം ഒരു ഉയർന്ന ഭാഗത്താണ്. അവിടെ നിന്ന് വലിയ തോതിൽ വെള്ളം കുത്തിയൊലിച്ചെത്തിയും വിമാനത്താവളത്തിൻ്റെ ചുറ്റുമതിൽ തകരുകയും സമീപത്തെ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. വാഹനങ്ങളടക്കം ഈ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നേരത്തെ തന്നെ ചില വിമർശനങ്ങളും പരാതിയുണ്ട്. കനാൽ ക്രമീകരിച്ചതിൽ അതിൻ്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ട് എന്നതടക്കമുള്ള നാട്ടുകാരുടെ വിമർശനങ്ങളുണ്ടായിരുന്നു. ഏതായാലും ആ അശാസ്ത്രീയത കൂടി അതിൻ്റെ ഒരു കൂടി ഭാഗമാണ്, അതുകൂടിയാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നതാണ് നാട്ടുകാരുടെ പരാതി. വലിയ തോതിൽ ജലം കുത്തിയൊലിച്ചെത്തി കവിഞ്ഞൊഴുകി വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ചിലയിടത്ത് റോഡുകളിലും മറ്റുമൊക്കെ വെള്ളക്കെട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മിക്കയിടങ്ങളിലും വെള്ളം വാർന്നു പോയിട്ടുണ്ട്. അതേസമയം പഴശ്ശി ബാരേജിൽ വലിയ തോതിൽ വെള്ളം ഒഴുകിയെത്തുന്നതിനാൽ ആ ജലനിരപ്പ് കൂടി കൃത്യമായി പരിശോധിച്ചതിന് ശേഷം ഏത് നിമിഷവും തുറക്കാമെന്ന മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഒപ്പം മടമ്പത്തെയും ചമതച്ചാലിലെയും RCBകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. അവിടെയും ഷട്ടർ തുറന്ന ജലം പുറത്തേക്ക് ഒഴുക്കി വിടേണ്ടി വരും. ആ ഇടങ്ങളിൽ ചമതച്ചാൽ RCB, ഒപ്പം മടമ്പം റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്നിവയും ഒപ്പം പഴശ്ശി ബാരേജിൻ്റെയും ഷട്ടറുകൾ ഏത് നിമിഷവും ഉയർത്തേണ്ട സാഹചര്യമുണ്ട്. കാരണം കനത്ത മഴ കഴിഞ്ഞ ദിവസം ലഭ്യമായിരുന്നു. പക്ഷേ ഇന്ന് പകൽ മുഴുവൻ ഏതാണ്ട് മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ജില്ലയുടെ വിവിധ മേഖലകളിലുള്ളത്. മലയോര മേഖലയിൽ മാത്രമാണ് കുറച്ച് മഴ ലഭിച്ചത് എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ അപ്പോഴും ജില്ലയിൽ കർശനമായ ജാഗ്രത ഉണ്ടാകണം. ഈ RCBകളുടെയും ഒപ്പം പഴശ്ശി ബാരേജിന്റെയും സമീപ പ്രദേശങ്ങളിലുള്ളവർ, മലയോരത്ത് ഉള്ളവർ എന്നിവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകി.